യുഎഇക്ക് നേരെ വീണ്ടും ആക്രമണം തുടർന്ന് ഇറാൻ. അബുദാബി ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിച്ചതായി ദുബായ് അറിയിച്ചു. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ചതായും റിപ്പോർട്ടുണ്ട്. ഗൾഫ് മേഖലകളിൽ പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. യുഎഇ ലക്ഷ്യം വെച്ച് വീണ്ടും ഇറാൻ ആക്രമണം നടത്തി. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന് യുഎഇ പ്രതികരിച്ചു. ഇറാൻ വിക്ഷേപിച്ച 25 ഡ്രോണുകളും 4 ബാലിസ്റ്റിക് മിസൈലുകളും തടഞ്ഞു. 3 ആഴ്ച പിന്നിട്ട സംഘർഷത്തിൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് രൂക്ഷമാകുന്നത്. ഇറാന്റെ വൈദ്യുതി ശൃംഖലയെ 48 മണിക്കൂറിനുള്ളിൽ തകർക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇത്തരം നീക്കമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഊർജ്ജ ജല സംവിധാനങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാനും മറുപടി നൽകി. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ GCC ശക്തമായി വിമർശിച്ചിരുന്നു. ഹോർമുസ് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നടപടി ഉൾപ്പെടെ GCC അപലപിച്ചു. 22 രാജ്യങ്ങൾ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇറാനെതിരെ GCC വിമർശനം ഉന്നയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.